പേടിയാണ്. കടലിനെയും കാട്ടി കുലുക്കുണ്ട് ഇതില്. ഇങ്ങനെ കാണാനില്ല. അള്ളാ, ഫഹീമ് നേരത്തെ പോലെ വെള്ളത്തിൽ മുങ്ങിയാന്തോ. ഹലോ ഫ്രണ്ട്സ്, ചിക്കനുമാൻ്റെ ഗോ കയാക്കിംഗ് എപ്പിസോഡിലെ 3ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രിപ്പ് സ്പോൺസേർഡ് ബൈ ഗോ നൊമാഡി ഗോ, നമ്മുടെ അടിപൊളി, നമ്മുടെ ടേസ്റ്റി നിബിൾസ്, നമ്മുടെ സ്റ്റഡി റിപ്പബ്ലിക്, ഇവരൊക്കെയാണ് നമ്മുടെ ട്രിപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഏതാണ്ട് ടെൻറ്റിലിരിക്കുവാണ്. ടെൻറ്റിലിരുന്നിട്ട് രാവിലെ ഫഹീമ് ചായ ഉണ്ടാക്കുവാണ്. ഇതാ നമ്മുടെ പുഴ അവിടെ നല്ല സ്പീഡിന് ഒഴുകുവാണ്. ആ ഒഴുക്കിൻ്റെ സ്പീഡിൽ തന്നെ പോകാനായിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങുവാണ്. ഇന്ന് രാവിലെ ഫുള്ള് മഴയാണ്. പാതിരാത്രി ഫുള്ള് മഴയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഷീറ്റ് മറിച്ചിട്ടു. അപ്പം വെള്ളം എല്ലാം രാത്രി വന്നു. പിന്നെ മഴയത്ത് ഇറങ്ങിയിട്ട് അത് ശരിയാക്കാൻ വേണ്ടി പോയി. മോർണിംഗ്, എന്തുണ്ട് വിശേഷം? ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതാ ചായ ഉണ്ടാക്കാണ്. ചായ സെറ്റാണ്. പക്ഷേ വെള്ളം ഭയങ്കര സീനായിട്ട് പോവാണ് ഇപ്പോൾ. അപ്പോൾ എങ്ങനെ നമ്മൾ ഇന്ന് ഫഹീം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും സ്ഥലത്തെത്താതെ. അപ്പൊ ഞാൻ പറഞ്ഞ പരലോകത്തെത്താണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു. ഈ ഒഴുക്കിന്റെ ഇടയിൽ പെട്ടെന്ന് ഏതെങ്കിലും നല്ല സ്ഥലത്തെത്തിയാൽ മതിയല്ലോ പറഞ്ഞു. പരലോകത്തെത്തും കേട്ടോ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. പരലോകത്തെത്താണ്ട് മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാനങ്ങനെ ഇന്നലെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് എവിടെ എത്തൂല എന്ന് വിചാരിക്കുന്നു. അതെ, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ 150 രൂപയ്ക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ. കാരണം എൻ്റെ ചെരുപ്പ് ഇന്നലത്തെ ക്യാമ്പിംഗ് സ്പോട്ടിൽ വെച്ച് മറന്നുപോയി. ഫഹീമ് ഗ്രനേഡയുടെ മേളിലൊക്കെ പഞ്ചസാര ഇട്ട്, വേറെ സ്പൂൺ ഉണ്ടാവുന്നേ, അതായത് പഞ്ചസാരയൊക്കെ ഇട്ട് കുറച്ച് ബാക്കിയുള്ള കുറച്ച് പാലിൽ കോഫിയും ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചിട്ട് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അള്ളാഹ്ക്കറിയാം, ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതൽ വേണം കേട്ടോ. ഇന്ന് കുറച്ച് ഒഴുക്ക് കൂടുതലുണ്ട്. സത്യത്തിൽ ആരും ഒന്നും വിചാരിക്കരുത്, ഒരു യെല്ലോ അലേർട്ടൊക്കെ ഉണ്ടല്ലേ, സോറി ഓറഞ്ച് അലേർട്ട്. ഒരു ചെറിയ പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. പോകാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. ആമസോണിൽ ഞാൻ ഈ കാണുന്ന നമ്മുടെ നാപ്പോയിലൊക്കെ ഈ കാണുന്ന ഒഴുക്കിൽ ഇതൊന്നും അല്ലായിരുന്നു, അതിൻ്റെ അപ്പുറം ഒഴുക്കായിട്ടുണ്ടായിരുന്നു. മഴയത്തായിരുന്നു പോയത്. ഫൈമിൻ്റെ കോഫിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. നല്ലപോലെ അവൻ കോഫി ഉണ്ട്. സ്റ്റോപ്പ് റെക്കോർഡിങ് പോയി. സ്റ്റാർട്ട് റെക്കോർഡിങ്. ഷട്ട് ഡൗൺ. സ്റ്റോപ്പ് റെക്കോർഡിങ്. ഷട്ട് ഡൗൺ. ഐ സെഡ് സ്റ്റോപ്പ് റെക്കോർഡിങ്, ഷട്ട് ഡൗൺ. നമ്മൾ ഒരു വെള്ളത്തിനെയും വേസ്റ്റ് ചെയ്യരുത്. കണ്ടില്ലേ, ഫൈമാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിന് വെച്ച് ഇപ്പോൾ പാത്രം കഴുകിയാ. ഫൈമ എൻ്റെ ഒരു ഐഡിയ വിമാനം തന്നെ അല്ലേ. കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ ഊക്കി കളിക്കാൻ വേണ്ടി കിട്ടിയ ഒരാളാണ് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ മലയാളികൾ അങ്ങനെ കൂടെ കാണൂലല്ലോ. ഇപ്പം മലയാളത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്ക് വാങ്ങാൻ നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് ഊക്കാൻ അറിഞ്ഞുകൂടല്ലോ, ഭാഷ മാറുമ്പോൾ ഊക്കാൻ പറ്റൂലല്ലോ. ഇതാകുമ്പോൾ അങ്ങോട്ട് താറ്റാം ഇങ്ങോട്ട് താറ്റാം. താറ്റ അറിഞ്ഞൂടെ? ആ, ഇതാണ് പ്രശ്നം. കേരളം ആയാലും മലബാറുകാരനും തെക്കൻകാരനും വന്നാൽ ഇത് രണ്ട് ഭാഷ പോലെയാ. ഊക്കുക നിന്റെ അവിടെ, നമ്മളവിടെ താറ്റുക അറിഞ്ഞൂടെ അല്ലേ? താറ്റുക എന്നൊന്നും പറയില്ല, നമ്മള് താക്കാന്ന് പറയും. നമ്മള് താറ്റ താറ്റല് വാങ്ങാൻ വേണ്ടി വന്നവൻ എന്നൊക്കെ പറയില്ലേ. ഇവിടെ കൈയൊക്കെ മരവിക്കുന്നു. തണുപ്പ്. നമ്മള് ഇവിടെ ചെരുപ്പ്. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ നമ്മുടെ പാതിരാത്രി ഫുള്ള് വെള്ളമായിരുന്നു. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഇല്ല. എന്താ കുളം പോലെ കെട്ടിക്കിടക്കുന്നുണ്ടോ? ഫുള്ള് നനഞ്ഞ് കെട്ടിക്കിടക്കുക.
ഡെയിലി എല്ലാ ദിവസവും നമ്മളിത് കാറ്റടിക്കണം, കാറ്റ് കയറ്റണം. കാരണം പ്രഷർ കുറച്ച് കുറയും കേട്ടോ. സ്റ്റോപ്പ് റെക്കോർഡിങ്. സ്റ്റോപ്പ് ആവുന്നില്ലേ? ഞാൻ ഓട്ടോ ഇതൊക്കെ കൊടുത്താണല്ലോ. സ്റ്റോപ്പ് റെക്കോർഡിങ്. ഇന്ന് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് പടച്ചോനെ കാത്തോളണേ. നല്ല മഴക്കോള്. അയ്യോ ആടണ്ടോ? കയാക്ക് ആടണല്ലേ? അല്ലാ, നമ്മള് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ നിർത്തും കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അല്ലാ സീനാണല്ലോ. വിചാരിച്ച പോലെ അല്ലാടാ. കൺട്രോൾ കിട്ടിയില്ലെങ്കിലേ നിർത്താമേ കേട്ടാ. അല്ലാ വാ ഒരുമിച്ച് പോവാ. അല്ലാ ഉമ്മാണ് എനിക്ക് പേടിയാവണം കേട്ടോ. ആളുകൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെ സൗണ്ട് ഉണ്ടായി കൂവുന്നതെന്ന്. ബട്ട് ഇതിൽ ഇരിക്കുന്നവനെ അതിൻ്റെ ഇതറിയാവൂ കേട്ടോ. വിചാരിക്കുന്ന പോലെ അല്ല എപ്പോഴും. ഞാനൊന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? ഇപ്പം നിരപ്പല്ലേ? ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ? മൈൻഡ് ഓക്കെ അല്ലേ? ഓക്കെ വാ ബിസ്മില്ലാ തുടങ്ങാം. വാ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ടല്ലോ, നമ്മൾ പൊളിക്കും. ഒരു ത്രില്ല് കയറുന്നു, അതിനോടൊപ്പം ഒരു കുഞ്ഞ് പേടിയുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്മൾ പൊളിക്കും. മഴ നല്ലപോലെ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ മാസ്ക് ഒക്കെ എടുത്തത്. കുറച്ച് രൂക്ഷമാണ്. നല്ല സീനാ. നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല സീനാണ്. കടലാ? അല്ലാ, കടലിന് പോലും ഇത്ര കുലുക്കമില്ലല്ലോ. അയ്യേ വരുന്നുമില്ല, പേടിയാണ്. കടലിനെയും കാട്ടി കുലുക്കമുണ്ട് ഇതില്. പേടിച്ചു പോകും കേട്ടോ നമ്മള് ഇത് ഇരിക്കുന്നുണ്ടാ. വാ വാ. ഓടുന്നുണ്ടോ? ആടുന്ന ആട്ടം കണ്ടോ? കടലിനെയും കാട്ടി കുലുങ്ങിയാണ് ആടുന്നത്. സീനാണ് പടച്ചോനെ. തുടക്കട്ടെ. സീനാണ്. സീന വാ 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 വാ. നീ വാ. സീനാന്ന് പറഞ്ഞ അങ്ങനെ കിടന്നാലേ ഇതൊക്കെ ഉണ്ടേ, അതൊക്കെ സൂക്ഷിക്കണേ. കമ്പും വള്ളിയൊക്കെ സൂക്ഷിക്കണേ. കടലാണല്ലോ ഇത്. പ്രശ്നമാണോ? ഇത് കാറ്റ് ഫുള്ള് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്, അതാണ് വേറൊരു പ്രശ്നം. സ്വലാത്തൊക്കെ ചൊല്ലിയാണ് ഞാൻ പോകുന്നത്. പണ്ടുമ്മ ഇടിമിന്നൽ വെട്ടുമ്പോൾ ഉമ്മ പഠിപ്പിച്ചു തന്നതാണ്. അതാണ് കേട്ടോ, എപ്പോഴും രാത്രി ഒക്കെ പോകുമ്പോഴും ഇതൊക്കെയാണ് ചൊല്ലുന്നത്. അല്ലാ, ഭയങ്കര പാട് കേട്ടോ. കാറ്റെല്ലാം ആ ഭാഗത്തു നിന്നല്ലേ വരുന്നത്. മാത്രമല്ല തണുപ്പ
വിറയ്ക്കോ ക്യാമറ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. കരയിൽ പിടിച്ച് കയറി. കാരണം അടന്നെല്ലാം ഒരു കാറ്റെടുത്തോണ്ട് പോയി. ഇനി അങ്ങോട്ട് പോയാൽ പണി കിട്ടുമെന്നുള്ള പൂർണ്ണ ഉറപ്പിൻ്റെ പേരിൽ ഞാനിവിടെ തൽക്കാലം ഒന്ന് നിർത്തട്ടെ. അയ്യോ, എൻ്റെ ഒരു കാണുന്ന ഒഴുക്കില്ലേ, അതിലെൻ്റെ കൈ അങ്ങ് വിട്ടുപോയി കേട്ടോ. അത് കിടന്ന് കറങ്ങി. ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. ഞാനൊന്ന് ഫഹീമിനെ പോയി നോക്കിയിട്ട് വരട്ടെ. ഫഹീമിനെ കാണാനില്ല. അല്ലാ, ഫഹീം ഇന്നലത്തെ പോലെ വെള്ളത്തിൽ മുങ്ങിയാണെന്ന് അറിയാം. ഫഹീം പോയിരുന്നു. കയറ അതാ കയറി അവിടെ കുഴിയാണേ. കയ്യാന്നോ? ഓക്കെ, ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അയ്യോ, വെൽക്കം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കാറ്റിലങ്ങനെ പോടോ, ബാക്കോട്ടേക്കല്ലേ, ബാക്കോട്ടേക്ക് പോ. ഞാൻ ഒരു ലൂപ്പിൽ പൊട്ടടോ. ഞാൻ ഇവിടെ ലൂപ്പിൽ വിട്ടു, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറഞ്ഞു ഇനി കൂടെ വരാൻ. അവിടെ ലൂപ്പുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ലൂപ്പിൽ പൊട്ടെന്ന് വെച്ചാൽ മുമ്പോട്ട് പോകുന്നില്ല, ബാക്കോട്ട് പോണില്ല, ഫ്രണ്ടിലോട്ട് പോകുന്നു. ഞാൻ ഫ്രണ്ടിലോട്ട് പോയതല്ലേ, ഇവിടെ വന്നപ്പോ ലൂപ്പിൽ പെട്ടപ്പോ പേടിച്ച് ഇനി മതിയായി. തോന്നിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ തോന്നിട്ട് ഞാൻ റൈറ്റ് നോക്കുമ്പോട്ട് ഞാൻ ഉള്ള സ്ഥലത്ത് തന്നെയാണ്. സത്യമല്ലേ, ഇന്ന് കുറച്ച് ഡേഞ്ചറസ് അല്ലേ? നടക്കൂല. എന്തൊക്കെ നമ്മളെന്ത് സംഭവം പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഭവമല്ല, നമ്മൾ ബിഗിനേഴ്സ്. പക്ഷേ അത് എത്ര പ്രൊഫഷണൽ ആയാലും ഇവിടെ എത്തിയപ്പോ ഞാൻ ഒരു ലൂപ്പിൽ പെട്ടു കേട്ടോ. അപ്പൊ മതിയായി. ഞാൻ വിചാരിച്ച് ഇതെനിക്ക് തന്ന വാണിംഗ് ആണെന്ന്. യാത്ര തുടങ്ങിയല്ലോ, കാത്തു രക്ഷിക്കണേ. പെട്ടിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഓരോ പെട്ടിക്ക് ഓരോ അർത്ഥങ്ങളുണ്ട്. നീല, ചുവപ്പ്, പച്ച. ഇത് നീങ്ങുന്നില്ല. Allah. പണി കിട്ടിയോ? അല്ലാ എത്തും പോയ. വീണ്ടും പണി കിട്ടിയല്ലോ, തിരമാലകള്. വാ, ഇനി നടക്കൂല പോയില്ലെങ്കിൽ. ഫാസ്റ്റ് കാട്ടി. പ്രശ്നമാണല്ലോ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഫുൾ ആംബുലൻസ്, നമ്മുടെ ഫയർഫോഴ്സ്. ഇന്ന് ഫുള്ള് ഓറഞ്ച് അലേർട്ട്, ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ഇത് വീഴൂലാടാ, ഇതാ പാലം.
പാലത്തിന്റെ അടിയിൽ വന്ന് കര പിടിച്ചു. ഈ കാണുന്ന പാലമാണ് കേട്ടോ. ഇവിടാണ് നമ്മുടെ വാർസോയിലെ മറ്റൊരു എയർപോർട്ടുണ്ട്, മോഡൽ എന്ന് പറയുന്ന എയർപോർട്ട്. ആ എയർപോർട്ടിൻ്റെ അടുത്ത ഫൈമത. ഞാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തി. കാലിൻ്റെ അടിയിൽ ഇവിടെ ഫുള്ള് കുപ്പിയോടായി ചോര കേട്ടോ. ഇവിടെ ചോര കാണിക്കാൻ, ചോര കാണിക്കാത്തത് ചിലപ്പോൾ ചോര കാണിച്ചാൽ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം ചോണ കാണിച്ചുകൂടാ. അതുകൊണ്ടാണ്. വയ്യേട്ടാ. ഇപ്പോൾ വരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സ്ലോട്ടി 1.20 സ്ലോട്ടി. അതായത് എത്ര രൂപ? 76 രൂപ. 26 രൂപയല്ല, ഒരു സ്ലോട്ടി എന്ന് പറഞ്ഞാൽ 26. പിന്നെ കണക്ക് പറ്റി പറയണം. 30 രൂപ അടുപ്പിച്ച് വരും കേട്ടോ. ഞാൻ ബോട്ടിനെ ഇവിടെ ഇട്ടിട്ട് ഫഹീമുവിൻ്റെ അടുത്ത് ഇവിടെ പറയാണ് 4 മണിക്ക് കയറണം കേട്ടോ. എവിടെ? 4 മണിക്ക് വരണോന്നാ? 4 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. ഇനി 3-4 മണിക്കൂറില്ലേ അതിന്? അപ്പം മതിയോ? വന്നാൽ മതിയോ? ഓരോ മണിക്കൂർ ഷിഫ്റ്റ്, ഓരോ മണിക്കൂർ. അപ്പൊ ഇനി 4 മണിക്ക് വരാൻ. 4 മണിക്ക് നീ ഇങ്ങോട്ട് വരണം. ഇപ്പൊ എത്ര മണിയായി? ഇപ്പം 3. ആര് പറഞ്ഞു 3 മണിയായിന്ന്? 12 മണി പോലും ആയില്ല. ഞങ്ങളെ 4 മണിക്ക് വരാം, കുഴപ്പമില്ല. ഓരോ മണിക്കൂർ ഷിഫ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇനി പറ്റുന്നത്. 12 മണി ഇപ്പോ. 1 മണിക്ക് വരണം അങ്ങോട്ട്. 12:02. അപ്പൊ 1:02 വരാം. 1:02 ഇവിടെ എത്തണം. 1:02 എത്തണം കേട്ടോ. നമ്മൾ ഷിഫ്റ്റ് ആണ്. അപ്പൊ 4 മണിക്ക് വരാനാണ് കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്. 12:02. ഓക്കെ, പോയിട്ട് വരാം. ചാവോ? മിസ് ചെയ്യൂല എന്നെ? ഇല്ല. ശരി. ഏതൊക്കെ വഴിയാ? ഈ പാലത്തിന്റെ മുകളിലോട്ടാണ് കേട്ടോ കയറേണ്ടത്. എന്റെ കാലെല്ലാം മുറിഞ്ഞ് തണുപ്പും അതും ഇതും. അയ്യോ, പട്ടി. വാ, അങ്ങനെ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റോഡും ഈ കാണുന്നതാണ് നമ്മുടെ പാലവും. തണുപ്പ്, അയ്യോ. നമ്മുടെ ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ട്രെയിൻ പാലം കാണുമ്പോൾ ട്രെയിനിൽ കയറി പോകാനായിട്ട് എനിക്ക് തോന്നുകയാണ്. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മുടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട് ഇവിടെ. ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്ന് ബാൻഡേഡൊക്കെ കെട്ടണം. ബാൻഡേഡെല്ലാം ബാഗിലുണ്ട്. ഒന്ന് ജസ്റ്റ് നല്ല തണുപ്പ് കേട്ടോ. ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണം, ഒന്ന് വൃത്തിയാവണം. ആകെ ഒറ്റ പാൻറ്റേ ഉള്ളൂ. ആ പാൻറ്റിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം. പാൻറ്റിനെ പിന്നെ നിക്കറാക്കാം. പാൻറ്റ് നനഞ്ഞ് ഒന്ന് അണ്ടർവെയറൊക്കെ മാറ്റണം. അതിനോടൊപ്പം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വീഡിയോ വരണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ. നടന്നൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫഹീം തന്ന സമയത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകണം. ഞാനിവിടെ യൂട്യൂബ് തബ്ലയിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ വെയിൽ വന്നു. ഇവിടെ മെക്ഡൊണാൾഡ്സിൻ്റെ അടുത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെയിൽ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇത്രയും നേരം വെയിലുമില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്ക് കായാക്കിങ് ചെയ്യാനുള്ള ഒരു മൂഡിൻ്റെ ഒരു സമയം കിട്ടി. സമയം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ സത്യം പറയാലോ, തണുപ്പ്. ഞാൻ ഫഹീം പോയിട്ടുണ്ട്, വിറയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ആക്കളയെന്ന് മാത്രം പറയുന്നത്. ഞാനിതാണ്ട് ഇവിടെ പേസ്പോർട്ടൊക്കെ ഇട്ടിട്ട് ഇനി ഇതിൽ കയറി കിടക്കുവാണ്. ഞാൻ അടിയിൽ ഇത് പൊക്കാതിരിക്കേ ഇതാ കാർബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കയാക്കിന് ഒന്നും സംഭവിക്കരുത്. തണുപ്പ് കേട്ടോ, തണുപ്പാണല്ലോ. സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്ത് കയറി കിടക്കാം. കാരണം അല്ലെങ്കിൽ മരവിക്കുന്നു കേട്ടോ, തണുത്ത് മരവിക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ. ഒരു സമാധാനമുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറിയപ്പോൾ. എൻ്റെ ഡ്രസ്സ് ഫുള്ള് നനഞ്ഞ കേട്ടോ. അതാണ് വേറെ പ്രശ്നം. ഡ്രസ്സ് നനഞ്ഞുകൊണ്ട് ഡ്രസ്സിൽ നിന്ന് തണുപ്പെല്ലാം ദേഹത്ത് വരുന്നു. പോളണ്ടിൽ സമ്മർ ആണെങ്കിലും ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ. ഞാൻ കിടക്കട്ടെ. നല്ല തണുപ്പ്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക.
മൂന്നാമത്തെ ദിവസം മഴയും കാറ്റും ഇവിടെ. നമ്മള് ഫുള്ള് റെസ്റ്റാണ്. ഫഹീം ഇതാ നൂഡിൽസ് ഉണ്ടാക്കി. നമ്മൾ അവിടെ കരയെന്ന് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തു, ടെൻ്റ് അടിച്ച് കിടക്കുവാണ്. സൂപ്പില്ലേടാ? സൂപ്പില്ലല്ലേ? സൂപ്പ് കൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല തണുപ്പ് കേട്ടോ. നമുക്ക് സൂപ്പ് വാങ്ങായിരുന്നു അല്ലേ? മറന്നുപോയി അല്ലേ? ഇട്ടോ മുത്തേ? കുഴപ്പമില്ല മുത്തേ, ഇട്ടോ കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ വീണെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. സത്യത്തിൽ കുറേ നാൾക്ക് ശേഷം ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ പ്രധാന കാരണം വിശപ്പ് തന്നെയാണ്. അടിപൊളിയല്ലേ? സൂപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്നാ സാധനക്കാര് പാമ്പരാക്ക് മറ്റേ ഇത് പൊടിച്ചിടൂലേ, ആ സാധനം ഉണ്ടാക്കുന്നതല്ല ഫഹീം. മറ്റേ പച്ച മാഗി നൂഡിൽസ്. ഇത് മാഗി ബ്രാൻഡ് അല്ല കേട്ടോ, വേറെ ഏതോ ഒരു ബ്രാൻഡാണ്. അത് ഉണ്ടാക്കുവാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പച്ച ഇത് നമ്മൾ മസാല അതിൻ്റെ തട്ടിയിട്ട് പൊടിച്ചിട്ട് കഴിക്കുക. ഞാൻ ഫഹീമിനെ ടെൻറ്റിലാക്കിയിട്ട് നല്ല അടിപൊളി സൂര്യാസ്തമയം. 10 മണിയായി ഇവിടെ, 10 അല്ല 9 മണിയായി. നിക്കറുന്നു പാൻറ്റെല്ലാം തണുത്ത് കിടക്കണോണ്ട് നിക്കറൂട്ട് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി മെക്ഡൊണാൾഡ്സിൽ പോവാണ്. മെക്ഡൊണാൾഡ്സിൽ പോയി 1 മണിക്കൂറിന് ചാർജ് ചെയ്തിട്ട് തിരിച്ചു പോകും.